മന്ത്രിസഭ അഴിച്ചുപണിയിൽ മന്ത്രിയായി എത്തിയ വ്യക്തിയാണ് കെ.ബി. ഗണേഷ് കുമാർ. തന്റെ വകുപ്പുകളിലെ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ കെ.ബി. ഗണേഷ് കുമാറിന് സാധിച്ചിരുന്നു. പുതിയ പരീക്ഷണങ്ങളിലൂടെയും പുതിയ പരിഷ്കാരങ്ങളിലൂടെയും ഒക്കെ അദ്ദേഹം വാർത്തകളിലെല്ലാം തന്നെ ഇടം പിടിച്ചിരുന്നു. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2024 ഫെബ്രുവരി 25 ഞായറാഴ്ച അടുപ്പുവിട്ട് രാവിലെ 10:30 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 2:30. ഡ്രൈവിംഗ് ടെസ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ ഊർജിതമാക്കുകയും അതുപോലെ തന്നെ KSRTCയെ വലിയ പ്രതിസന്ധിയിൽ നിന്നൊക്കെ രക്ഷിക്കാനും കൈപിടിച്ചുയർത്താനും കെ.ബി. ഗണേഷ് കുമാറിന് കഴിയാവുന്നതിന്റെ പരമാവധി മന്ത്രി ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ തന്നെ ചില വിവാദങ്ങൾക്കും അതൃപ്തിക്കും ഒക്കെ ഇടവരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.ബി. ഗണേഷ് കുമാറും അതുപോലെ തന്നെ മന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള പോരൊക്കെ പുറത്തേക്ക് വന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങൾക്കൊക്കെ ഒരു വിശദീകരണം നൽകിക്കൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ ഉദ്ഘാടനം സംബന്ധിച്ച് ചടങ്ങൊക്കെ നടന്നത്. മന്ത്രി ആന്റണി രാജുവിനെ ഈ ചടങ്ങിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കി എന്ന തരത്തിലായിരുന്നു ആന്റണി രാജു പ്രതികരിച്ചിരുന്നത്. ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകൾ തന്റെ കുഞ്ഞാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ ആന്റണി രാജു നടത്തിയിരുന്നു. KSRTC ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസിന്റെ ഉദ്ഘാടന ദിവസം മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ തന്നെ മനഃപൂർവ്വം മാറ്റി നിർത്തി എന്ന തരത്തിൽ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് മുൻ ഗതാഗത മന്ത്രി കൂടിയായ ആന്റണി രാജു രംഗത്ത് വന്നിരുന്നു. ബസിന്റെ ഉദ്ഘാടനം തന്നെ അറിയിക്കാതെ നടത്താനുള്ള ശ്രമമാണ് ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു ആന്റണി രാജു പരോക്ഷമായി അതൃപ്തി പ്രകടിപ്പിച്ചത്. ജനുവരി ഫ്ലാഗ് ചെയ്യേണ്ട ബസ് എന്തിനാണ് ഇത്രയും വൈകിപ്പിച്ചതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ മന്ത്രിയായിരുന്ന കാലത്ത് ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ തീരുമാനിച്ചതെന്നാണ് ആന്റണി രാജു തുറന്നടിച്ചത്. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി 100 കോടി അനുവദിച്ച് കിട്ടിയതോടെയാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചതെന്നും ജനുവരി ആദ്യ ആഴ്ച തന്നെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ബസ് എത്തിയെന്നും രണ്ടാമത്തെ ആഴ്ചയോടെ അടുത്ത ബസ്സും എത്തിയെന്നും ഇത് ജനുവരിയിൽ തന്നെ ഓടി തുടങ്ങേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വണ്ടികൾ 1 മാസത്തിലേറെയായി വെറുതെ കിടക്കുകയായിരുന്നുവെന്നും ആന്റണി രാജു ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ സ്മാർട്ട് സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന്റെ ഫലമായിട്ട് 100 കോടി രൂപ അനുവദിച്ചതിന്റെ ഫലമായിട്ടാണ് 103 ഇലക്ട്രിക് ബസ്സുകളും 2 ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളും വാങ്ങാൻ തീരുമാനിച്ചത്. ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു ഡബിൾ ഡെക്കർ എത്തിയതായിരുന്നു. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രണ്ടാമത്തത് എത്തി. യഥാർത്ഥത്തിൽ ഇത് ജനുവരിയിൽ തന്നെ ഇത് ഓടി തുടങ്ങേണ്ടതായിരുന്നു. 1 മാസം വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോ ഞാനിതിലെ പോയപ്പോഴാണ് ഇപ്പോൾ ഇതിന്റെ ഈ 2 ബസ്സുകൾ ഇങ്ങനെ ഉദ്ഘാടനത്തിനായി ഫ്ളാഗ് ഓഫിനെ അവിടെ നിർത്തിയിരിക്കുന്നത് കണ്ടത്. എന്നോട് ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നത് പുത്തിരിക്കണ്ടത്ത് ഈ സ്പോട്ടിലെ നയനാർ പാർക്കിന്റെ അവിടെ വെച്ച് ഇത്രയും ബസ്സുകൾ ഒരുമിച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പെട്ടെന്നിപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെച്ചാണ് എന്റെ ഈ റോഡിന്റെ അപ്പുറമാണല്ലോ എന്റെ മണ്ഡലം. അപ്പോൾ ഇത് കിഴക്കേക്കോട്ട തമ്പാനൂർ തുടങ്ങിയ പ്രദേശങ്ങളാണ് KSRTCയുടെയും നഗരത്തിന്റെ പ്രധാന ഹൃദയഭാഗം. അവിടെ വെച്ചൊക്കെയാണ് സാധാരണ ഉദ്ഘാടനം തൈക്കാട് പോലീസ് ഗ്രൗണ്ട്. കഴിഞ്ഞ തവണ 50 ബസ്സുകൾ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തത് വലിയ ശാലയുടെ കിഴക്കേക്കോട്ട തമ്പാനൂരിന്റെ തൊട്ടടുത്തുള്ളൂ. അപ്പോൾ ഇത്തവണ ഇതൊരു ഒഴിഞ്ഞ ഒരു മൂലയിലാണ് ഇതിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എന്റെ കുഞ്ഞായതുകൊണ്ട് എന്റെ കുഞ്ഞും കൂടെ ആണല്ലോ. അപ്പൊ അതിനെ കാണാനുള്ള ഒരു കൗതുകം കൊണ്ടൊന്നും ഇറങ്ങുന്നുള്ളത്. ആന്റണി രാജുവിന്റെ പരോക്ഷമായുള്ള ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാർ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ ആരെയും മാറ്റി നിർത്തിയിട്ടില്ലെന്നും അത്തരത്തിൽ ഒരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് തനിക്ക് പ്രശസ്തി നേടേണ്ട ആവശ്യമില്ലെന്നും കെ.ബി. ഗണേഷ് കുമാർ പറയുകയുണ്ടായി. കെ.ബി. ഗണേഷ് കുമാർ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇത് KSRTCയുടെ പരിപാടി അല്ല എന്ന്. പഞ്ചായത്ത് വകുപ്പിന്റെ തിരുവനന്തപുരം കോർപ്പറേഷൻ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഇത്. ഈ ഒരു പരിപാടിയിൽ അധ്യക്ഷയായത് മേയറാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചത് MP രാജേഷ് മന്ത്രിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. താനൊരു അതിഥി മാത്രമായിരുന്നു ഈ പരിപാടിയിലെന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ആന്റണി രാജുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു പ്രശസ്തി നേടേണ്ട കാര്യം തനിക്കില്ല എന്ന് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നുണ്ട്. തന്നെ പരിപാടിയിലേക്ക് വിളിച്ചത് മന്ത്രി MP രാജേഷ് ആയിരുന്നുവെന്നും
അദ്ദേഹം വ്യക്തമാക്കി. ഈ ഒരു വിഷയത്തിൽ ആന്റണി രാജുവിന് സംഭവിച്ചത് വെറും തെറ്റിദ്ധാരണയാണെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ആന്റണി രാജു ഈ ഒരു വിഷയത്തെ തെറ്റിദ്ധാരണയോടെയാണ് നോക്കിക്കണ്ടതെന്നും അതുപോലെ തന്നെ ഗണേഷ് കുമാറിന് യാതൊരു വിധത്തിലുള്ള വിരോധവും ആന്റണി രാജുവിനോട് ഇല്ല എന്നും അതുപോലെ തന്നെ ഒരു ഉദ്യോഗസ്ഥരോടും ഗണേഷ് കുമാറിന് വിരോധമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഗതാഗത സെക്രട്ടറിയെ മാറ്റി നിർത്തണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മറ്റൊരു ഉദ്യോഗസ്ഥരോടും തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്ന് ഗണേഷ് കുമാർ ഉറപ്പിച്ച് പറയുന്നുണ്ട്.